കോട്ടയത്ത് പൂഞ്ഞാറിൽ 15 വയസ്സുകാരനിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്ത വാർത്ത നമ്മളെ ഞെട്ടിച്ചതാണ്. ഈ വിഷയത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് എക്സൈസ്. സ്കൂൾ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് കഞ്ചാവ് എത്തിക്കുന്ന സംഘമുണ്ടെന്ന് എക്സൈസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ഒരാഴ്ചക്കിടയിൽ ജില്ലയിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട 12 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അഞ്ജന അനിൽകുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഞ്ജന, ഈ കേസിൽ പോലീസ് തുടരന്വേഷണം നടത്തുന്നുണ്ട്. എങ്ങനെയാണ് ഈ 10ാം ക്ലാസ്സുകാരന്റെ കയ്യിൽ കഞ്ചാവ് എത്തിയത് എന്നുള്ളതിലേക്കാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം പോകുന്നത് മനസ്സിലാവുന്നത്? എന്തെങ്കിലും സൂചനകളൊക്കെ ലഭിച്ചിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ശനിയാഴ്ച 8 മണിയോടുകൂടിയാണ് ഈരാറ്റുപേട്ടയിൽ വെച്ച് 15 വയസ്സുകാരനിൽ നിന്നും കഞ്ചാവ് പിടിച്ചെടുത്തത്. ഈ സമീപ പ്രദേശത്തെല്ലാം തന്നെ കഞ്ചാവ് ഉപയോഗം വ്യാപകമാണ് എന്നാണ് എക്സൈസിന് ലഭിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനകളും ശക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ കോട്ടയം ജില്ലയിൽ 12 കേസുകളാണ് ലഹരിയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിൽ ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എക്സൈസ് പരിശോധന ശക്തമാക്കിയിരിക്കുന്നത്. ജില്ലയിലെ 11 എക്സൈസ് റേഞ്ച് ഓഫീസുകളിലും പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. കൂടുതലായും ഇപ്പോൾ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പൂഞ്ഞാർ, ഈരാറ്റുപേട്ട, തലയോലപ്പറമ്പ്, വെച്ചൂർ പ്രദേശങ്ങളിലാണ്. ഈ പ്രദേശങ്ങളിലെല്ലാം സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വ്യാപകമാക്കുന്നുണ്ട് എന്നാണ് എക്സൈസിന് ലഭിക്കുന്ന വിവരം. ഇതിനായി ഒരു സംഘവും ഇറങ്ങിയിട്ടുണ്ട്. പൊതുവെ സ്കൂൾ വിദ്യാർത്ഥികളെല്ലാം തന്നെ വീട്ടിലെത്താൻ രാത്രിയാകും. ക്ലാസ് കഴിഞ്ഞ് ട്യൂഷനും മറ്റുമായി 8 മണി 8:30 വീട്ടിലെത്തുന്ന ഈ വിദ്യാർത്ഥികളെ രാത്രി സമയത്താണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. ഈ വിദ്യാർത്ഥികളിലേക്ക് കഞ്ചാവും മറ്റും എത്തിക്കുകയും ചെയ്യുന്നു. കഞ്ചാവ് മാത്രമല്ല, ഇത് കൂടാതെ മറ്റ് മയക്കുമരുന്ന് സ്റ്റാമ്പുകളും എല്ലാം തന്നെ വിദ്യാർത്ഥികൾക്കിടയിൽ സുലഭമാക്കുന്നുണ്ട്. ഇതിനാൽ തന്നെ കൂടുതൽ ഊർജിതമായ അന്വേഷണമാണ്. പ്രത്യേകിച്ചും ഇടറോഡുകൾ കേന്ദ്രീകരിച്ചാണ് ഈ സപ്ലൈ പലപ്പോഴും നടക്കുന്നത്. അതിനാൽ തന്നെ ജില്ലയിലെ ഇടറോഡുകളിലെല്ലാം തന്നെ ഇന്നലെ മുതൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. എല്ലാ റേഞ്ച് ഓഫീസുകളിലും നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കർശനമായ പരിശോധന വേണമെന്നാണ് ഇപ്പോൾ എക്സൈസ് അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അഞ്ജനയാണ് വിവരങ്ങൾ നൽകിയത്. അഞ്ജന അനിൽകുമാർ പറയുന്നതനുസരിച്ച് പോലീസ് എന്തായാലും ഈ വഴിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരാഴ്ചക്കിടെ ജില്ലയിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട 12 കേസുകളാണ് കേട്ടോ ഈ കഞ്ചാവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, 15 വയസ്സ് മാത്രമാണ് പ്രായം. അവനാണ് കയ്യിൽ ലഹരിയുമായിട്ട് സഞ്ചരിച്ചത്. അവനെയാണ് പോലീസ് പിടികൂടിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ കുട്ടികളുടെ കൈകളിലേക്ക് ഇത് എത്തിക്കുന്ന റാക്കറ്റിനെ നമുക്ക് ചിറകരിഞ്ഞേ മതിയാകൂ. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട പ്രേക്ഷകരും ഈ പോരാട്ടത്തിൽ നമുക്കൊപ്പം പോരാളികളായി തന്നെ ഒപ്പമുണ്ടാവണം.